ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിക്സ് പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വേൾഡ്. ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു വലുതായിട്ട് ഒരു പുണ്ണാക്കം ചെയ്തില്ല, അതുകൊണ്ട് 3, 2, 1 സ്റ്റാർട്ട്. ഇതെന്താന്ന് കണ്ട വീട് പണി. ഞാൻ വീടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വലുതായിട്ട് ഒരു പുണ്ണാക്കം ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് വീടുണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. എങ്ങനെയുണ്ട്? ഇൻറ്റീരിയറിൻ്റെ പണി ഒന്നും ആയിട്ടില്ല ഗൈസ്. ഇപ്പോഴേ പറഞ്ഞേക്കാം, ഈ വീടിൻ്റെ പണി ഞാൻ നിങ്ങളെ കാണിക്കാത്തതല്ല. ഞാൻ ഈ വീട് ഉണ്ടാക്കുന്നതിൻ്റെ ഓരോരോ ക്ലിപ്പ് ബൈ ക്ലിപ്പായിട്ട് ഓരോരോ വീഡിയോസ് വീതം എടുത്തു വച്ചായിരുന്നു. എൻ്റെ സൂക്കേട് കാരണം ഞാൻ എന്ത് ചെയ്തു, ഇതിൽ സ്റ്റോറേജ് കൂടുതലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ അറിയാണ്ട് എൻ്റെ എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഇപ്പോഴും നല്ല റെക്കോർഡ് എടുക്കാൻ തുടങ്ങുന്നു. കുറേ നേരമായി. ഇനി വീടിൻ്റെ പണി തുടങ്ങിയിട്ട് എത്ര നേരമായി നടക്കുക നിങ്ങൾക്ക്? കുറച്ചുണ്ടാക്കും, പൊട്ടിച്ചളയും, തെറ്റിപ്പോവും, ഞാൻ പൊട്ടിച്ചളയും. അതന്നെ റിപ്പീറ്റ്, അതന്നെ. അങ്ങനെ കുറേ നേരം എടുത്ത് ഞാൻ വീടുണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാം തെറ്റിപ്പോയി. മെല്ലെ പണിയെടുത്ത് വന്നപ്പോൾ ലാസ്റ്റ് നോക്കുമ്പോൾ മൊത്തം ഫോട്ടോ തെറ്റി. അത് ഫോട്ടോ നോക്കാം. ലാസ്റ്റ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടക്ക് മറ്റേ വീഡിയോ ഞാൻ അറിയാണ്ട് ഡിലീറ്റ് ആക്കി പോയിരുന്നു. എങ്ങനെ ഇരിക്കുന്നു? അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയത് വെറുതെ ആയില്ലേ? ഇനി കോട്ട് ആദ്യം പോലെ ചെയ്യാം തന്നെയായിരുന്നു. എന്നിട്ടാണ് ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നു ഞാനിപ്പോൾ തന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ തന്നെ കുറേ നേരമായിട്ട് വീട് പണി തുടങ്ങിയിട്ട് ഇപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. പക്ഷെ അതൊന്നുമല്ല. ഞാൻ എത്ര നേരമായി എന്നറിയാം തുടങ്ങിയിട്ട്? 2-3 മിനിറ്റ് തുടങ്ങിയിട്ട്. വീടിൻ്റെ പ്ലാൻ പോലും ഞാൻ ഉണ്ടാക്കാണ്ട് ചുമ്മാ ഞാൻ ഒരു ഐഡിയ വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉണ്ടാക്കിയത് അറിയാണ്ട് ഉണ്ടാക്കിപ്പോയി അല്ല. കഴിഞ്ഞ കാര്യം പറഞ്ഞ് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ പോട്ടെ നോക്കാം അല്ലേ? ഇല്ല ഗൈസ്, നിങ്ങൾക്കെന്ത് പറയാനുണ്ട്? പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. കഴിഞ്ഞ എപ്പിസോഡിൽ പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. എൻ്റെ ഈ സീരീസിന് എന്തെങ്കിലും ഒരു പേരിടാൻ ഞാൻ പറയാൻ വരുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറന്നും പോയി അത് പറയാം. ഈ സീരീസിന് എന്തെങ്കിലും പേര് ഞാൻ ഊഹിച്ച് വച്ചേക്കുന്ന ലെക്സ്പ്ലെയിനെ നമുക്ക് കുറച്ച് വിയേർഡാക്കിയിട്ട് ഇങ്ങനെ ഇട്ടാലോ? ലെക്സ് വേൾഡ് എങ്ങനെ ഉണ്ടാവും? ലെക്സ് വേൾഡ് പ്ലേ എങ്ങനെ ഉണ്ടാവും? കുഴപ്പമുണ്ടാവുമോ? ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതിൻ്റെ ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തത്. റോട്ടോ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഇച്ചിരിയേ ഉള്ളൂ. വെറും കുറച്ചേ ഞാൻ വെക്കുള്ളൂ. നിങ്ങളോട് നിർബന്ധിച്ച് ഞാൻ ലൈക്ക് അടിപ്പിക്കത്തില്ല. ഒട്ടും ഞാൻ നിർബന്ധിക്കത്തില്ല നിങ്ങളെ ലൈക്ക് അടിക്കാൻ. നിങ്ങൾ എനിക്ക് വേണ്ടി വെറും 1K സബ്സ്ക്രൈബ് അല്ല 1K ലൈക്ക് മാത്രം തന്നാൽ മതി. വെറും 1K അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ. ഞാൻ നിങ്ങളെ നിർബന്ധിക്കത്തൊന്നുമില്ല, ഭീഷണിപ്പെടുത്തത്തേ ഉള്ളൂ. മര്യാദയ്ക്ക് ചെയ്തോണം. ഇനി എല്ലാത്തിൻ്റെയും വീട്ടിൽ വന്ന് ഞാൻ ഞെരങ്ങും. ഇതുണ്ടല്ലോ നല്ല കോപ്പറിൻ്റെ സോഡ വെച്ച് കഴുത്ത് ഞാനിങ്ങനെ അർത്ഥം എടുക്കും.
അതുകൊണ്ട് മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്കും ചെയ്തോ. ഈ വീഡിയോയ്ക്ക് എനിക്ക് 1K ലൈക്കും ഒരു സബ്സ്ക്രൈബറേയും കിട്ടണം. ഇപ്പം തന്നെ എനിക്ക് ചെയ്യാൻ വേണം. നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലേ പെട്ടെന്ന് ചെയ്തോ. ഇല്ല നിങ്ങളങ്ങനെ ഇതുണ്ടല്ലോ, ഈ സാധനം കണ്ടല്ലോ, ഇത് വെച്ച് ഞാൻ അടിക്കും. ഇവനെ ഞാനിപ്പോൾ തീർക്കുന്ന പോലെ കണ്ടല്ലോ, ഭസ്മമായി പോയി അവൻ. അതാണ് ഈ സോഡിൻ്റെ പവർ. അതിൻ്റെ ഇടയ്ക്ക് ഇവനും ഒന്ന് പൊട്ടിയോ. കണ്ടല്ലോ, ഈ സോഡിൻ്റെ ആകർഷണം കാണാൻ പലരും എൻ്റെ അടുത്ത് തീർച്ചയൊക്കെ വരിക. നമുക്ക് പറയാൻ പോലും പറ്റൂല എപ്പോൾ ഞാൻ അവിടെ എത്തുന്നു. അവളെന്താ ബ്ലോക്ക് വെച്ചിട്ട് വരാത്ത? റെഡിയായി. ഇത്രയും ബ്ലോക്ക് കൂട്ടിയിട്ട് വെറും 11 ബ്ലോക്ക് മാത്രമേ എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ. ഇങ്ങനെ ഇരിക്കണം. ഇനി കുറച്ച് പണിയുണ്ട്, അതാണ് ഇനി നോക്കാനുള്ളത്. കുറേ പണിയുണ്ട് ഇനി. നമുക്ക് അറിയാത്തതുകൊണ്ട് എത്ര പണിയുണ്ടായിരുന്നു എന്നറിയോ ഈ വീടൊന്നും ഉണ്ടാക്കിയിരിക്കാൻ. ആദ്യം വീടിൻ്റെ പ്ലാൻ ഉണ്ടാക്കണം, പിന്നെ ഉണ്ടാക്കണം, ക്രിയേറ്റീവ് പോയി ട്രൈ ചെയ്ത് നോക്കണം, അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് ഉണ്ടാക്കണം, വീഡിയോ എടുക്കണം. എന്തൊക്കെ പണിയുണ്ടെന്നറിയാം എനിക്ക്. കുറേത്തോളം യൂട്യൂബേഴ്സ് അത്ര എളുപ്പപ്പണി എന്നല്ല ചെയ്യുന്നത്. കുറേ കാരണം ഗ്രൈൻഡ് ചെയ്യണം, ഓരോന്നിനെ കണ്ടൻറ്റ് കണ്ടുപിടിക്കണം, എന്തൊക്കെ പരിപാടി ഉണ്ടെന്നറിയാം. അല്ലെങ്കിൽ ഞാൻ കണ്ടൻറ്റ് കണ്ടുപിടിച്ചിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. പക്ഷെ ഞാൻ കണ്ടൻറ്റ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. എൻ്റെ സുഖത്തിന് ഞാൻ വീഡിയോ ഇടുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് കണ്ടൻറ്റ് ഒന്നുമില്ല. റെക്കോർഡർ ഓണാക്കും, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പിച്ചും ചെയ്യും, പച്ചുമായും ഗായ്സ് ഗൂയിസ് എന്നൊക്കെ പറയുകയും ചെയ്യും. കുറച്ച് ഗെയിം കളിക്കുകയും ചെയ്യും, വെച്ചിട്ട് പോവുകയും ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയും. സബ്സ്ക്രൈബ് ചെയ്യും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും, എനിക്ക് പൈസ കിട്ടുകയും ചെയ്യും. എങ്ങനെ ഇരിക്കണം? കണ്ടൻറ്റൊന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെൻ്റെ പാവ സബ്സ്ക്രൈബറായതുകൊണ്ട് നിങ്ങളോട് ഞാൻ കരുണ കാണിക്കുന്നു. മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി കേട്ടല്ലോ. ഇതുണ്ടല്ലോ, ഈ സ്വാഡ് കൊണ്ടല്ലോ അറുത്ത് കളഞ്ഞ് ഓർമ്മ വേണം. ബീസ്റ്റ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് ഓർക്കണം കേട്ടല്ലോ. ഇവിടെ ഒരു ഇതുണ്ട്, ഓക്കെ. ഇവിടെയും വേണം, എന്നാലേ കറക്റ്റാവും. ഇപ്പോൾ ഓക്കെ, താങ്ങി നിർത്തുന്ന പോലെയില്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കാവേ, ഇവിടെ ഗ്ലാസ് വെക്കണോ അതോ ഈ വുഡില്ലേ ഇതുണ്ടല്ലോ ഇങ്ങനത്തെ ഓക്ക് വുഡിൻ്റെ സ്ലാബ് വെക്കണോ? ഏത് വെക്കണം? എനിക്ക് പിന്നെ നന്നായിട്ട് തോന്നുന്നു മറ്റേ ഇതാ, സ്ലാബ് വെച്ചാൽ കൊള്ളാവോ അത് ഇത് വെച്ചാൽ കൊള്ളാവോ? നിങ്ങൾ പറ. ഓക്കെ, ഈ പൊരുത്തം വരുമല്ലോ. വേണ്ട, 6th സെൻസാ. കണ്ട തീർന്നു പോയാൻ. നിങ്ങൾ കണ്ടില്ലല്ലോ ആ സ്പൈഡർ അവിടെ പോയെന്ന്. പിന്നെ ഞാൻ കുറേ ഷെയ്ഡർ പാക്സ് എല്ലാം നോക്കുന്നുണ്ട്, ഏതിലും നല്ലത് കിട്ടുവാണെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഇന്നത്തെ വീഡിയോ ഭയങ്കര ചെറിയ വീഡിയോ എന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര ചെറുതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റ ബൈ ബൈ. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ. നിങ്ങൾ പോകുന്നില്ലേ? പോകുന്നില്ലേ? പോണ്ട, ഇവിടെ നിന്ന് വീഡിയോ കണ്ടോ. ഞാൻ കളിക്കുന്നതെല്ലാം കണ്ടു നിന്നു. ഞാൻ ഇച്ചിരി മിണ്ടാണ്ടൊക്കെ ഇരിക്കും, അത് നിങ്ങൾ മൈൻഡാക്കണ്ട. ഞാൻ ഗെയിമിൻ്റെ ശ്രദ്ധിച്ച് കളിക്കുകയാണ്. അതാ കണ്ട, ഇതാണ് എൻ്റെ ശ്രദ്ധ. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഓരോന്നും ഇങ്ങനെ മറന്നു പോകും. ഇത്രേ ഉള്ളൂ. ആ വുഡിൻ്റെ പവർ. കോപ്പർ എടുപ്പില്ല എൻ്റെ കയ്യിൽ. ഇല്ല, കോപ്പർ ഇതിനകത്തുണ്ടാവുമല്ലോ. അല്ല, ഇത് കൈ വെച്ചിട്ട് ഇതിനകത്തെടുത്ത് നോക്കണേ. ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉള്ളൂ.
സ്റ്റിക്കുണ്ടല്ലോ. കോപ്പറോടൊപ്പം ഞാൻ എടുത്തില്ലേ? ഓഹോ, എടുത്തില്ല. എന്തിക്കണം? അതുകൊണ്ട് ഇതിനകത്ത് എടുക്കടാ. പിന്നെ ഉണ്ടാക്കി ഒരു ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പിയർ വേണോ ഗൈസ്? നിങ്ങൾ പറ. വേണ്ടായിരിക്കും അല്ലേ? ഞാൻ വല്ല പാർക്കോറൊന്നുമില്ല. അപ്പം വീട് പണിയിലോട്ട് പോവാം. ഇനി സ്റ്റെയർ കേസ് വെക്കാനുണ്ട്, ആയിട്ടില്ല. ചെറിയൊരു ഹാങ് ഉണ്ട്. ഗെയിം ഒന്ന് സ്മൂത്തായിട്ട് ഓടട്ടെ. എന്നിട്ട് വാ ഏതെടുക്കുക? ഷവൽ എന്ത് ചെയ്യുക? ഷവലെടുത്ത് വെച്ചിട്ട് ഷവലായി പിടിച്ചോ. ഇവിടെ ഒരു കുഴിയില്ലേ? ഇത് നമുക്ക് അങ്ങ് നിരപ്പാക്കാം. ഇവിടെ ഒരു കുഴിയില്ല, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഗൈസ്, ഞാൻ പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കാം. ഇവിടെ ഭയങ്കര മഴയും ഇടിയൊക്കെയാണ്. അപ്പോൾ ഫോണൊക്കെ അടിച്ചു പോകും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.